ഗൂഗിൾ മാപ്പ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 0 to 100% ചാർജ് ആവാനായിട്ട് 2 മണിക്കൂറും 16 മിനിറ്റുമാണ് പറയുന്നത്. കീടു പവറാണ് കേട്ടോ, ടോർക്ക് ഒരു രക്ഷയില്ല. ഇത്രയും പ്രൈസ് കൊടുക്കുന്ന ഒരു വണ്ടിക്ക് താക്കോലില്ല. ഈ ഒരു സംഭവം കണ്ടോണേ. എ കൂൾ പ്രീമിയം സിറ്റി കമ്മ്യൂട്ടർ ബൈക്ക് ഫോർ ദോസ് ഹു വാണ്ട് സംതിങ് ഡിഫറെൻറ്റ്. അതാണ് റോയൽ എൻഫീൽഡ് ഫ്ലൈങ് ഫീൽഡ് C6. റോയൽ എൻഫീൽഡ് എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു സംഭവമാണ് അതിൻ്റെ വളരെ തമ്പുള്ള മുഴക്കമുള്ള ആ ഒരു ശബ്ദം. ഇനി മുതൽ ശബ്ദമില്ലാത്ത ഒരു റോയൽ എൻഫീൽഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. യെസ്, റോയൽ എൻഫീൽഡിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള ഫ്ലൈങ് ഫ്ലീ, അതിലൂടെ ആദ്യത്തെ റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രിക് ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫ്ലൈങ് ഫ്ലീ C6. വളരെ റെട്രോ ക്ലാസി ആയിട്ടുള്ള ലുക്ക് തരുന്ന ഒരു പ്രീമിയം ബൈക്കാണിത്, ഫ്ലൈങ് ഫ്ലീ C6. ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോ. ആദ്യം നമുക്കതിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം. ഇനി ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം ബൈക്ക് തന്നെയാണ്. സോ പ്രീമിയം ആയിട്ടുള്ള ലുക്കും അതുപോലെ പ്രീമിയം പാർട്സുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ കാണുന്ന ഒരു സിൽവർ ഫിനിഷിലുള്ള സംഗതി എന്ന് പറയുന്നത് ഫോർജ്ഡ് അലൂമിനിയമാണ്. അതാണ് ഇതിൻ്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്ന ഈ ഒരു കേസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മഴത്തുള്ളിയുടെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഇവിടെ ഒരു ബോൾട്ട് മാത്രം നിങ്ങൾക്ക് കാണാം, ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ബാറ്ററി വന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് മാഗ്നീസിയം അലോയ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു സബ് ഫ്രെയിം ഇല്ല. അതിന് പകരം ബാറ്ററി ആസ് എ സ്ട്രെസ് മെമ്പർ എന്ന് പറയുന്ന സെറ്റപ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ബാറ്ററി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്രെയിമിന് പകരം ഈ ഒരു ഫോർജ്ഡ് അലുമിനിയം അലോയ് ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റായിട്ടാണ് ബാറ്ററി വർക്ക് ചെയ്യുന്നത്. പിന്നെ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പാർട്സുകളൊക്കെ വളരെ പ്രീമിയം പാർട്സുകളാണ്. സോ ഈ ഗിഡർ ഫോക്സ് ഒക്കെ അലുമിനിയം, ഫോർജ്ഡ് അലുമിനിയമാണ്. സോ നമുക്ക് ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഫൈബർ പോർഷൻസും ഒക്കെ അവർ മാക്സിമം ഒരു പെർഫെക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ട് കിട്ടുന്നുണ്ട്. റൈഡറിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത് വളരെ വിട്ട് കുറഞ്ഞ ഒരു സൈക്കിളിനൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു സീറ്റ് സെറ്റപ്പാണ്. പിന്നെ സ്വിംഗ് ആം മൗണ്ടഡ് ആണ് ഇതിൻ്റെ പില്യൻ ഫുഡ് പെഗ് എന്ന് പറയുന്നത്. പില്യൻ സീറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു ചെറിയ ഷോർട്ട് റൈഡിനൊക്കെ കുഴപ്പമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലുണ്ട്. സോ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല പ്രീമിയം ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതുപോലെ മിറർ ക്വാളിറ്റി ഇതൊക്കെ നല്ല സോൾഡാണ്. സ്വിച്ച് ക്വാളിറ്റിയൊക്കെ തിരക്കേടില്ലാത്ത രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു TFT ഡിസ്പ്ലേ നല്ല സൂപ്പർ ഫിനിഷാണ്. നമ്മുടെ ഒരു ഫോണൊക്കെ നോക്കുന്ന അതേ സ്ക്രീൻ സെറ്റപ്പാണ് ഇതിനെ ഫീൽ ചെയ്യുന്നത്. ടച്ച് സ്ക്രീനാണ് കേട്ടോ, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു LED യൂണിറ്റ്സ് ആണ്. വളരെ റെട്രോ ലുക്ക് തരുന്ന ഇങ്ങനെ മുമ്പിലോട്ട് നിൽക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലൈങ് ഫ്ലീയുടെ ലോഗോ ഒക്കെ കാണാം. അതുപോലെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഗിഡർ ഫോർക്കാണ്. ഇതിൻ്റെ ഒരു മെക്കാനിസം നിങ്ങൾക്ക് കാണാം. നമ്മളുടെ സസ്പെൻഷൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വിധമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നത് കാണാനും നല്ല രസമാണ്. ഈ ഒരു പോർഷനൊക്കെ ഗട്ടർ ചാടുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ രസമുണ്ട്. ഫ്രണ്ടിൽ അലോയ് വീൽസ് 19 ഇഞ്ചാണ് സെക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ സ്ലിം ആയിട്ടുള്ള ടയേഴ്സാണ്. റൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്ലിക്കബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. 90 സെക്ഷൻ ടയറാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. റിയറിലും 19 ഇഞ്ച് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് ഒന്ന് നോക്കിക്കേ. ഒരു ഫ്ലോ ഉണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസൈന്. 2 കളർ വേരിയൻ്റ് ഉണ്ട്. ഈ കാണുന്ന ഒരു ഗ്രീനിഷ് ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. 2 ബൈക്കിൻ്റെ കളേഴ്സും അടിപൊളിയായിട്ടുണ്ട്. വളരെ ക്ലാസ് ലുക്കുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബെൽറ്റ് ഡ്രൈവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. PMSM മോട്ടറാണ്. ഇവിടെയാണ് മിഡ് മൗണ്ടഡ് ആണ്. സെൻട്രലാണ് ഈ ഒരു മോട്ടർ വന്നിരിക്കുന്നത്. നല്ല പവർഫുള്ളാണ്, നല്ല ടോർക്കിയാണ്. റിയർ മോണോഷോക്ക് നമുക്ക് കാണാം, അഡ്ജസ്റ്റബിൾ ആണ്. റീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റിയറിലെ ഒരു സെറ്റപ്പ് കണ്ടോ, റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പക്ക റെട്രോ ഫീൽ തരുന്ന ഒരു ലൈറ്റാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ടാങ്ക് പോലെയുള്ള സെറ്റപ്പും നല്ല സ്ലിമ്മായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ വണ്ടി ഓൺ ചെയ്ത് കാണിച്ചില്ല, ഞാൻ കാണിക്കാം. ഇതൊരു കിടിലൻ സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് യൂണിറ്റാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റിൽ, അതും ഒരു ബൈക്കിൽ വയർലെസ് ചാർജിങ് യൂണിറ്റ് വരുന്നത്. നമുക്ക് ഇനി അതല്ലാതെ C-type പോർട്ടും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. സൂപ്പർ. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ടച്ചാണിത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിന് താക്കോലും സംഭവമൊന്നുമില്ല. ഇത്രയും
പ്രൈസ് കൊടുക്കുന്ന ഒരു വണ്ടിക്ക് താക്കോലില്ല. കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നും, പക്ഷേ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. താക്കോലിന് പകരം റോയൽ എൻഫീൽഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ട് ഇത് എവിടെ ഇരുന്ന് വേണേലും, അതായത് നമുക്ക് വേറൊരു ജില്ലയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മൊബൈൽ ആപ്പിലൂടെ ഇത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ ഓപ്ഷനുണ്ട്. അതുകൊണ്ട് കട്ടൗട്ട് പോകും എന്ന് ആരും പേടിക്കേണ്ട. നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ജിയോ ഫെൻസിങ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടി ഓണാകും. ഇപ്പോൾ ഫ്ലൈങ് ഫ്ലീ എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്, സോ അത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, ഇവിടെ പിൻ നമ്പറാണ്. നമുക്കിപ്പോൾ ഫോണിൽ പാസ്വേഡ് അടിച്ച് പോകുന്ന പോലെ നമുക്ക് പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓണാകും. കണ്ടോ, ഇപ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഷെഡാ, അത് കൊള്ളാം. ഫോണിലെ പോലെ പാസ്വേഡാണ് ഇതിന് അടിച്ചു കൊടുക്കുന്നത്, കീക്ക് പകരം. അപ്പോൾ അത് അടിപൊളി ഒരു സെറ്റപ്പാണ്. നമുക്ക് മൊബൈൽ ആപ്പ് ത്രൂ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും. നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പുറത്ത് പോയാലും ഈ വണ്ടി ഇപ്പോൾ വീട്ടിലുണ്ട്, ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാൻ നോക്കിയാലും നടക്കത്തില്ല. കാരണം നമുക്ക് ഓൺലൈൻ ആപ്പിൽ ഇതിൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉള്ള ജിയോ ഫെൻസിങ് സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ സേഫ്റ്റി ഉള്ള സംഭവമാണ്. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ പാസ്വേഡ് അടിക്കുന്നു, സംഭവം ഓണായി. കേട്ടോ, അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. നല്ലൊരു ആനിമേഷനൊക്കെ കാണാം. അപ്പോൾ വണ്ടി ഓണായി. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പാർക്ക് പി എന്ന് പറയുന്ന സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും ഒന്നിച്ച് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓണായി. ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്തിരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഡി എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. കണ്ടോ, അപ്പോൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലെ ക്വിൽ സ്വിച്ച് ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണിലാണ് സംഭവങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് റൈഡ് മോഡ് മാറ്റാനായിട്ട്. ഇതാണ് ഞാനിവിടെ ചേഞ്ച് ചെയ്യുമ്പം റൈഡ് മോഡ് മാറും. ഇവിടെ ഒരു സിമ്പിളാണ് വരുന്നത്. കണ്ടോ, ഹൈവേ, റെയിൻ, കസ്റ്റം, നോർമൽ, സിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സിമ്പിൾസാണ് കാണിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മീറ്ററിൻ്റെ കൺസോളിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട്, വെഹിക്കിൾ സെറ്റിങ്സ്, അതുപോലെ സിസ്റ്റം സെറ്റിംഗ്, വെഹിക്കിൾ മോഡ്സ്, റൈഡിംഗ് മോഡ്സ്, കണക്ഷൻസ്, അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എബൌട്ട് ദ ഡിവൈസ്. അപ്പോൾ അതൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണ്ടിയ ട്രിപ്പ് ഡീറ്റെയിൽസും ഡേറ്റാസും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ഡിസ്പ്ലേ ഇങ്ങനെയാണ്. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിൽ സ്വിച്ച് ഉണ്ട്, ഹസാർഡ് ഉണ്ട്, അതുപോലെ ഇത് നമുക്ക് വോയിസ് അസിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റപ്പാണ് ഈ താഴെ വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഈ കാണുന്ന ബട്ടൺ, ഈ ഒരു പാരച്യൂട്ടിൻ്റെ ഡിസൈനുള്ള ബട്ടൺ ഞാൻ പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്യുമ്പം ഈ ഒരു സംഭവം കണ്ടോണേ, കണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. അടിപൊളിയല്ലേ? അപ്പോൾ ഒരു 16 ആമ്പിൻ്റെ കണക്ടർ വെച്ചിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സൂപ്പർ അല്ലേ? നമുക്കിതിൻ്റെ സീറ്റ് സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ റൈഡർ സെറ്റപ്പ്. റൈഡറിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിളിൻ്റെതായ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ട് നാരോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 823 mm ആണ്. പക്ഷേ ഒരു 5.5 ഹൈറ്റുള്ള ആൾക്കും ഇത് സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും. കാല് പ്ലാന്റഡ് ഫൂട്ടായിട്ട് നിലത്തെത്തും, കാരണം ഇവിടെ നാരോ ആയതുകൊണ്ടാണ്. സോ നമുക്ക് ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് ഇല്ലാത്തവർക്കും ഈ വണ്ടി സ്യൂട്ടബിൾ ആണ് ഒരുപോലെ. നമുക്ക് പിന്നെ ഒരു സംഭവം, ഫ്രണ്ടിലെ ഈ ഒരു ഫുഡ് പെഗ് എന്ന് പറയുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ആണ്. മുന്നോട്ടും പുറകോട്ടും നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. നമുക്ക് റൈഡറിൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. പിന്നെ പില്ലിയൻ ഫുഡ് പെഗ് വരുന്നത് സ്വിംഗ് ആം മൗണ്ടഡ് ആണ്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയത്, ഈ പില്ലിയൻ ഫുഡ് പെഗ് സ്വിംഗ് ആമിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് സസ്പെൻഷൻ അടിക്കുമ്പോൾ നമ്മളുടെ കാല് ഇതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതൊരു ഡിസ്കംഫർട്ട് ഒരു പക്ഷേ പില്ലിന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സിംഗിൾ റൈഡാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡ്. കാരണം ഇതിൻ്റെ ഒരു ബോബർ സെറ്റപ്പിലാണ് ഈ ഒരു സീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ഇതിൻ്റെ ഒരു അഡീഷണൽ സെറ്റപ്പ് ഇവിടെ മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു 5-10 മിനിറ്റ്സിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് സിംഗിൾ റൈഡായിട്ട് ഓടിക്കാനാണ് ഇതെനിക്ക്. ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അങ്ങനെ തന്നെയാണ്. ഒരു സിംഗിൾ റൈഡ്, ഒരു ബോബർ ഫീലിലാണ്. ഈ സീറ്റില്ലാതെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ ഈ സിംഗിൾ സീറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, സിംഗിൾ റൈഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് പില്ലിയൻ സീറ്റ് വരുന്നത്.
അത്യാവശ്യം കുഷ്യൻ കൊള്ളാം, സോഫ്റ്റാണ്. പക്ഷേ റിയർ സസ്പെൻഷൻ കുറച്ചൊരു ഹാർഡർ സൈഡിലാണ്. അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് നല്ല രീതിയിൽ സോഫ്റ്റാണ്. സോ കംഫർട്ടബിളാണ്, നമ്മുടെ സിറ്റി റൈഡിലൊക്കെ ഓക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇത് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണെന്ന് പറയുന്നെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ ഈ വണ്ടിയിൽ എങ്ങും കാണാൻ പറ്റില്ല. ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറയുന്ന ലോഗോ മാത്രമേ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന പോർഷനിലാണേലും ഇവിടെ എല്ലാം ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറയുന്ന സെറ്റപ്പേ കാണത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സബ് ബ്രാൻഡാണ്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഹെറിറ്റേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഐസ് എഞ്ചിനുള്ള വണ്ടികൾ സെപ്പറേറ്റ് ആയിട്ട് റോയൽ എൻഫീൽഡിൽ തന്നെയായിരിക്കും സെയിൽ ചെയ്യുന്നത്. ഇതിന് സെപ്പറേറ്റ് ഷോറൂം ആയിരിക്കും. ആദ്യത്തെ ഷോറൂം ബാംഗ്ലൂരിൽ ജയനഗർ 9th ബ്ലോക്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ടെസ്റ്റ് റൈഡിങ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡെലിവറി നടക്കുന്നത് മെയ് എൻഡോട് കൂടിയിട്ടായിരിക്കും. അപ്പം ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു എന്താ പറയുക, സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. 1940കളിൽ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ ആർമി യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിളുകൾ, അതായത് 50 കിലോ വെയിറ്റ് മാത്രമുള്ള കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഫ്ലൈയിങ് ഫ്ലീയെ, അതിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഹെറിറ്റേജ് നിലനിർത്തിക്കൊണ്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉറ്റു നോക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രാംബ്ലർ മോഡലുണ്ട് കേട്ടോ. പൊളി ഐറ്റമാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് ആ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ. എന്തായാലും ഈ വർഷം എൻ്റെ കൂടി ലോഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക, ഇത് മേക്ക് ചെയ്യുന്നതും അതുപോലെ ഇതിൻ്റെ ഒരു ടെക്നോളജിയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ റോയൽ എൻഫീൽഡ് തന്നെയാണ്. ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് അത് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 124 kg മാത്രമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ നമുക്ക് വണ്ടി വളരെ ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് നോക്കണം, 0 to 60 എന്ന് പറയുന്നത് 3.7 സെക്കൻഡ്സിൽ റീച്ച് ആവും. 5 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. അതുപോലെ കസ്റ്റം ആയിട്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനും പറ്റും. പിന്നെ 2 കിലോവാട്ടുള്ള ഓൺ ബോർഡ് ചാർജറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് നടക്കും എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിൻ്റെ. 3.5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. റൗണ്ടഡ് ആണ്. അതുപോലെ കോർണറിങ്, ABS, ട്രാക്ഷൻ കൺട്രോൾ, മൊബൈൽ കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീജൻ മോഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആണ് ടെക്നിക്കലി. ഇനി ഇതിൻ്റെ ഒരു റൈഡിങ് ഫീലും കാര്യങ്ങളൊക്കെ നോക്കാം. സിറ്റി മോഡലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സലറേഷൻ നോക്കാം. ഓ, നല്ല പവർ ഉണ്ട് കേട്ടോ. ഒക്കെ വളരെ ക്വിക്കായിട്ട് റീച്ച് ആകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടോർക്കാണ്, ഇൻസ്റ്റൻറ്റ് ടോർക്കാണ് കേട്ടോ. സിറ്റി മോഡ് ഞാൻ വിചാരിച്ചാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നമ്മൾ സസ്പെൻഷൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഗീഡർ ഫോക്ക് എന്ന് പറയുന്ന സംഭവം അത്യാവശ്യം ഒരു പ്ലഷ് റൈഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ റിയറിലെ കുറച്ചൊരു സ്റ്റിഫറാണ്, എങ്കിലും മാനേജബിളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിൾ ഓടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. നമ്മളുടെ വലിയ സൈക്കിൾ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ഹെർക്കുലീസിൻ്റെയും ഹീറോയുടെയൊക്കെ പണ്ടത്തെ സൈക്കിള്, ഏതാണ്ട് അത് ഓടിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് ഇരിക്കുമ്പോഴും അങ്ങനെയൊക്കെ തോന്നുന്നു. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് ഫണ്ണായിട്ട് തോന്നുന്നു. ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു സംതിങ് യുണീക്കായിട്ടുള്ള ഒരു റൈഡ് ഫീൽ ഇതിന് ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയത്തില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടോർ വെച്ച സൈക്കിൾ പോലെ തന്നെയാണ് ഓടിക്കാനായിട്ട് പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിമ്പിളാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല പവറുണ്ട് കേട്ടോ, വിചാരിച്ച പോലെ അല്ല. അപ്പോൾ ഇതിന് 5 റൈഡിംഗ് മോഡ്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഏറ്റവും പവർ കിട്ടുന്നത് ഇതിൻ്റെ സ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞ മോഡിലാണ്. ബാക്കി ഓരോ മോഡുകളിലും റെയിനും സിറ്റിയും പിന്നെ ഒരു കസ്റ്റം എന്ന് പറഞ്ഞ മോഡുണ്ട്, ഹൈവേ ഉണ്ട്. അപ്പം സ്പോർട്ട് മോഡാണ് ഏറ്റവും പവർഫുള്ള്. മാക്സിമം ടോർക്ക് 60 Nm ടോർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ സിറ്റി മോഡ് തന്നെ ധാരാളമാണ്, ഞാൻ നോക്കിയിട്ട് നല്ല പവറുണ്ട്. ലോ എൻഡ് എന്ന് പറയുന്നത് അത് വളരെ ലീനിയറാണ്. പക്ഷേ പിന്നെ അങ്ങോട്ട് കയറുമ്പം മിഡ് റേഞ്ച് മുതൽ നല്ലതായിട്ട് ടോർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലോങ് സ്ട്രെച്ച് കിട്ടിയാൽ നമുക്കിതിൻ്റെ ഒരു ടോപ്പ് സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ചെറിയ വഴിയാണ്. പക്ക നമുക്ക് സിറ്റിയിലൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. വളരെ സ്ലിമ്മായ ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിലൂടെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. കണ്ടില്ലേ, വളരെ ക്വിക്കായിട്ടാണ് 70 ഒക്കെ റീച്ച് ആവുന്നത്. ബ്രേക്കൊക്കെ നല്ല അത്യാവശ്യം ഷാർപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. നല്ല കോൺഫിഡൻസ് ഉണ്ട്.
പറഞ്ഞ പോലെ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ തന്നെയാണ്. റിയർ ബ്രേക്ക് ലെഫ്റ്റിലാണ്, ഫ്രണ്ട് ബ്രേക്ക് റൈറ്റിലും. ഇവിടെ നമുക്ക് പെഡലില്ല, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു സ്കൂട്ടറിൻ്റെ സെറ്റപ്പിലാണ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ബൈറ്റ് ഉണ്ട് കേട്ടോ. ABS ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലീൻ ആംഗിൾ സെൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ABSഉം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടെയാണ്. പിന്നെ ഒന്ന് നമ്മൾ ടേണിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് ഇട്ടില്ലേ, അത് ഓഫ് ആകത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ നമുക്ക് പ്രസ് ചെയ്താലും ഓഫ് ആകത്തില്ല. നമുക്ക് ആ റൈറ്റ് ഹാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ തന്നെ ആ സ്വിച്ചിൽ തന്നെ ഞെക്കിയാൽ മാത്രമേ ഉള്ളൂ ഓഫ് ആവുള്ളൂ. അപ്പോൾ അതൊരു ഇൻകൺവീനിയൻസ് പോലെ തോന്നി. അതർവൈസ് കുഴപ്പമൊന്നുമില്ല. സ്പോർട്ട് മോഡാണ്. ആക്സിലറേഷൻ നോക്കാം. ആട്ടാ കീടു പവറാണ് കേട്ടോ. ടോർക്ക് ഒരു രക്ഷയില്ല. സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 100 ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. സത്യത്തിൽ 115 ക്ലെയിംഡ് ആയിട്ടുള്ള ടോപ്പ് സ്പീഡ്. വളരെ ക്യുക്കാണ് കേട്ടോ. നല്ല ടോർക്കുണ്ട്. ആ ഒരു 60 Nm ടോർക്ക് എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രമല്ല, നല്ല രീതിയിൽ ഉണ്ട്. കൊള്ളാം. പിന്നെ ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് റിയൽ ഫോണിലൊക്കെ മാപ്പ് നോക്കുന്ന പോലെ നമുക്ക് ഇതിനകത്ത് കണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ 10/10 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്റർ കൺസോൾ കുറച്ചുകൂടെ വലുതായിട്ട് കാണാം. വളരെ ക്യുക്കാണ് 80 വരെയുള്ള സ്പീഡെന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. കാര്യം ഇത് കാണാൻ വളരെ ഒരു സ്ലിം ആയിട്ടുള്ള, ഇതിനെ കൊണ്ട് വലിയ പവറൊന്നും ഇല്ലാന്ന് തോന്നുമെങ്കിലും പക്ഷേ ഭീകര പവറാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്, നല്ല ടോർക്കുള്ള മോട്ടറും ആയതുകൊണ്ട് നല്ല രീതിയിൽ പവർ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് കണ്ടാൽ മതി. നമുക്കിനി വണ്ടി ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് ഓടിക്കാനായിട്ട് കിട്ടും. ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റും റേഞ്ച് ടെസ്റ്റും എല്ലാം നടത്തും. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ IDC ക്ലെയിം ചെയ്യുന്നത് 154 റോയൽ എൻഫീൽഡ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം റിയൽ വേൾഡ് കണ്ടീഷനിൽ നമുക്ക് 100 മുതൽ 120 വരെ ഡിപ്പെൻസ്, നമ്മുടെ റൈഡിങ് മോഡ്സ് അനുസരിച്ച് മാറ്റുന്നതനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ 120 വരെയൊക്കെ കിട്ടും. കാരണം 3.91 kW ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് 120 റിയൽ വേൾഡിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഡീസൻ്റ് ആണ്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. വളരെ സ്ലിമ്മായിട്ട് തന്നെയാണ് ഓരോ ഫോണ്ടും കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് റീഡബിളാണ്. നമ്മൾ ഫോണിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പിൽ തന്നെ നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്വിച്ചസൊക്കെ നമുക്ക് കുറച്ചൊരു അധികമായിട്ട് തോന്നും തുടക്കത്തിൽ. അത് യൂസ്ഡ് ആയി കഴിയുമ്പോഴേ നമുക്കൊന്ന് ഇതുമായിട്ട് എന്താ പറയുക, ജെല്ലാകത്തുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഹമ്പിലൊക്കെ കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ആകെ നമുക്ക് ആ റിയറിൽ സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫർ സൈഡ് ആയതുകൊണ്ടുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല സ്റ്റേബിളാണ് വണ്ടി. 15.3 kW കിലോ വാട്ടിൽ നമ്മൾ പവർ നോക്കുമ്പം ഉള്ളത്. പിന്നെ PS വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 21 PS അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ ലുക്കൊന്ന് കാണിച്ചു തരാം. സീറ്റൊക്കെ ഉണ്ടോ, പക്ക ഒരു വലിയ സൈക്കിളിൻ്റെതായ രീതിയിലല്ലേ. അതായത് ഫ്ലൈങ് ഫ്ലീ എന്ന് പറയുന്ന 1940കളിൽ റോയൽ എൻഫീൽഡിനുണ്ടായിരുന്ന സെയിം ആ ഒരു കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള 50 കിലോ മാത്രം വെയിറ്റ് വരുന്ന, അതായത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തിരുന്ന ഫ്ലൈങ് ഫ്ലീ മോട്ടോർ സൈക്കിളിൻ്റെ സെയിം പാറ്റേൺ ആണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് മോഡലാണ് ഈ കാണുന്ന ഫ്ലൈങ് ഫ്ലീ C6 എന്ന് പറയുന്നത്. അപ്പം ശരിക്കും വളരെ സ്ലിമ്മാണ് കേട്ടോ. ഫ്രണ്ട് ഹെഡ്ലൈറ്റൊക്കെ ഫ്രണ്ടിലോട്ട് നിന്നിട്ട് ഈ ഗീഡർ ഫോക്കൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വർക്ക് ചെയ്യുന്നത് കാണാനും നല്ല രസമാണ്. നമ്മൾ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പം മൊത്തത്തിലുള്ള ആ ഒരു മെക്കാനിസം ഒരു പ്രത്യേക ഫീൽ തരുന്നുണ്ട്. റോഡ് തീർന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് 115 അതിന് മേലെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട്. അപ്പോൾ റെയിൻ മോഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ലീനിയർ പവർ ഡെലിവറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ സ്പീഡ് കയറുന്ന തരത്തിലാണ്, ഓവർ സ്പീഡില്ല.
ഒരു 100cc ബൈക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്ന ഫീൽഡിൽ നമുക്ക് പോകാം. അതിൻ്റെ ബ്രേക്കിംഗ് ABS വർക്ക് ചെയ്യുന്നതും ഏതാണ്ട് ലീനിയർ ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഷാർപ്പായിട്ട് പെട്ടെന്ന് പിടിച്ചാൽ നിൽക്കുന്ന സെറ്റപ്പിലല്ല ബ്രേക്ക്. നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെ സേഫ്റ്റി തരുന്ന രീതിയിൽ എന്താ പറയുക, പെട്ടെന്ന് സ്കിഡാകാതെ, മഴയത്തൊക്കെ ഓടിക്കുന്ന സമയത്ത് വണ്ടി സ്കിഡാകാതെ വളരെ സ്ലോയിൽ അപ്ലൈ ആവുന്ന ബ്രേക്കാണ് റെയിൻ മോഡിൽ. അപ്പോൾ ഓരോ മോഡിലും ABSൻ്റെ ഒരു ഇൻ്റർവെൻഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹൈവേ മോഡിലും നമ്മുടെ സ്പോട്ട് മോഡിലും നല്ല ഷാർപ്പാണ്. പിന്നെ ടയറിൻ്റെ കാര്യത്തിൽ വളരെ സ്ലിം ആയിട്ടുള്ള ടയറാണ്. 19 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. സ്ലിം ആയിട്ടുള്ള ടയർ ആയതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ നമ്മളിപ്പോൾ വളരെയധികം ഷാർപ്പായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് കൺട്രോൾഡ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ, ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു സിറ്റി പ്ലസ് ബൈക്ക് എന്നൊരു ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വണ്ടിയെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഓവർ സ്പീഡിങ്ങിൻ്റെ ഒരു സംഭവം വരുന്നില്ല. പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്യണം, കുറച്ച് പവർഫുള്ളായിട്ട് ഓടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഓടിക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൺ ബോർഡ് ചാർജിങ് വരുന്നുണ്ട്. അത് ഫാസ്റ്റായിട്ടുള്ള ചാർജിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1% 1 മിനിറ്റിൽ നമുക്ക് ചാർജായി കിട്ടും. അത് വളരെ യൂസ്ഫുള്ളാണ്. 20%-ൽ നിന്ന് 80% ചാർജ് ചെയ്യാനായിട്ട് ജസ്റ്റ് 1 അവർ മതി. കൃത്യമായി പറഞ്ഞാൽ 65 മിനിറ്റ് മാത്രം മതി 20%-ൽ നിന്ന് 80% ചാർജ് ചെയ്യാൻ. അതായത് സപ്പോസ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വണ്ടി കൊണ്ട് വീട്ടിൽ വെച്ച് പിറ്റേ ദിവസം ചാർജ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ ഹാഫ് ആൻ അവർ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ചാർജ് റെഡിയായി ചെയ്യാൻ പറ്റും. അതായത് 1 മിനിറ്റിൽ 1% ചാർജ് ആവും. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിപ്പോൾ ഒരു ചാർജ് അല്ലെ റേഞ്ച് ആങ്സൈറ്റി വരത്തില്ല. 0 to 100% ചാർജ് ആവാനായിട്ട് നമുക്ക് 2 മണിക്കൂറും 16 മിനിറ്റുമാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആണ്. ഞാൻ നോക്കിയിട്ട് പടപടയെന്ന് പറഞ്ഞ് ചാർജ് ചെയ്ത് എവിടെ വേണമെങ്കിലും ഓടിച്ച് പോകാം. എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ ഈ വണ്ടി കണ്ടിട്ട്. കാരണം ഇതൊരു അത്ഭുതത്തോടെയാണ് ആൾക്കാർ നോക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഈ വണ്ടി ഇറങ്ങിയിട്ടില്ല. പിന്നെ സാധാരണ കാണുന്ന മോട്ടോർ സൈക്കിളുമായിട്ട് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഒരു റെട്രോ ബൈക്കായിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മ്യൂസിയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികൾ ഒരു പക്ഷേ കാണാൻ പറ്റും, പഴയകാല റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളൊക്കെ. പക്ഷേ നേരിട്ട് ഇതുപോലത്തെ ഒരു പ്രീമിയം സെറ്റപ്പിൽ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ കിട്ടിലുമായിട്ട് വരുന്ന ഒരു വണ്ടി അത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ ആ ഒരു മൈൻഡിൽ നമുക്ക് അറിയാൻ പറ്റും, മുഖത്തറിയാൻ പറ്റും. യുണീക്കാണ് സാധനം. പിന്നെ ഇതിൻ്റെ മിറർ വിസിബിലിറ്റി, മിററൊക്കെ അത്യാവശ്യം സ്റ്റോഡിയാണ്. മിറർ വിസിബിലിറ്റി അത്ര പോരാ, കാരണം ചെറിയ മിററാണ്. എല്ലാവരും നോക്കുന്നുണ്ട്, കാരണം ഇതൊരു യുണീക്ക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ എല്ലാവരും നോക്കും. അപ്പോൾ നമുക്കിനി ക്രൂസ് കൺട്രോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്തു, കണ്ട 33-32 ആ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ത്രോട്ടിൽ കൊടുക്കുന്നില്ല, കണ്ടോ. അപ്പോൾ കൊള്ളാം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ലെവലിലേക്ക് വരും. ഇനി എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സാധാരണ ഒരു റൈഡറിന് പറ്റുന്ന തരത്തിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കസ്റ്റമേഴ്സിനാണ്. അതായത് ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്ന, വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം, റൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീല് വേണം, ഒരു റെട്രോ വൈബ് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് റോയൽ എൻഫീൽഡ് ഫ്ലൈയിങ് ഫ്ലീ C6 എന്ന് പറയുന്നത്. ഇത് ഹൈറ്റ് കുറഞ്ഞവർക്കും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. സിറ്റി റൈഡിലൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. സിറ്റി പ്ലസ് ആണ് റോയൽ എൻഫീൽഡ് എയിം ചെയ്യുന്നത്. ലോങ് റൈഡിൻ്റെ കംഫർട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ ടൈം ഇത് ലോങ് റൈഡ് ഓടിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ സിറ്റി ടെസ്റ്റ് റൈഡാണ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ നിന്നും കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് എൻ്റെ ഒരു റിവ്യൂ ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ പൊട്ടിക്കാറുണ്ട്. അത് നിങ്ങളുടെ ലിങ്കിതം പോലെ ചെയ്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.